അങ്ങനെ ബിന്ദു ടീച്ചർ കൂടി നമ്മളോടൊപ്പം ഇതാ കൂടിയിരിക്കുകയാണ്. ടീച്ചറെ പൂരം കളറായി. അതെ, പൂരം കളറാക്കോ നമ്മള്. അതെ, കളറാണല്ലോ. എന്താ പൂരം സമാനതകളില്ലാത്ത വർണ്ണ ഭംഗിയല്ലേ. പിന്നെ കണ്ണിനും കാതിനും ഒക്കെ ഏറ്റവും ഇമ്പമുള്ള പരിപാടിയല്ലേ. അതല്ലേ ലക്ഷക്കണക്കിന് മനുഷ്യർ വരുന്നത്. ഞങ്ങൾ ഇവരോട് ചോദിക്കായിരുന്നു, ഇവര് തിരുവനന്തപുരത്ത് നിന്ന് കാലാകാലങ്ങളായിട്ട് ഓരോ വർഷവും തൃശ്ശൂർ പൂരം കാണാൻ വരുന്നവരാണ്. അപ്പൊ ഓരോ വർഷവും നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കാണാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരോട്. ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ ആളുകൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത അല്ലേ. ഈ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറം ആളുകൾ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ വർഷവും. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ഈ നഗരത്തിന്റെ ചുമതലയാണ്. പിന്നെ എല്ലാവരും വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ്. സംസാരിച്ചോണ്ടിരിക്കുമ്പോ ടീച്ചറെ, അപ്പോ ഇത്തവണത്തെ പൂരത്തിന് ടീച്ചർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണ്? ഇത്തവണത്തെ പൂരത്തിന്റെ എല്ലാ പരിപാടികളും യാതൊരു തടസ്സവും കൂടാതെ ഒരു അപസ്വരവും ഇല്ലാതെ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് കാണാണ്. കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിന്നിരുന്ന കാരണം ഞങ്ങൾ യോഗങ്ങളിലൊന്നും അങ്ങനെ പങ്കെടുത്തിരുന്നില്ല. പിന്നെ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഒരു ക്രൈസിസ് ഉണ്ടായ സന്ദർഭത്തിൽ പോലും ഇടപെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിലപാടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ അന്ന് എല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അപാകതകൾ ഉണ്ടായിരുന്നു. പൂരത്തിനെയും തൃശ്ശൂരിനെയൊക്കെ അറിയുന്ന ജനപ്രതിനിധികളാണ് സാധാരണ ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമവായത്തിന് മുൻകൈയെടുത്ത് അനുരഞ്ജനത്തിലേക്ക് എത്തിക്കാറുള്ളത്. അങ്ങനെ ഒരു സാധ്യത കഴിഞ്ഞ വർഷം ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായത്. അപ്പം ഇത്തവണ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ ആദ്യം മുതൽ കൃത്യമായി യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷനായിട്ടൊരു യോഗം വിളിച്ചു. പിന്നെ ദേവസ്വം മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ 2 യോഗം ചേർന്നു. രാജമിനിസ്റ്ററും ഞാനും ചേർന്ന് നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഘടകപൂരങ്ങളും അതുപോലെ പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വം ഒക്കെ ഒരുപാട് ആളുകളെ അണിനിരത്തിയിട്ടാണ് തങ്ങളുടെ റോള് നിർവഹിക്കുന്നത്. അതിനകത്ത് തന്നെ വളരെ ഒരു ഇന്റേണലായ ഡിസിപ്ലിൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് വളരെ നന്നായിട്ട് കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ്. ഏറ്റവും ഭംഗിയായ ഒരു പൂരമല്ലേ ടീച്ചറെ? അതെ, ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികവാർന്ന പൂരമായിട്ട് തന്നെ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിന്റെ 2 മന്ത്രിമാരാണ് ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം 2 മന്ത്രിമാർ അത് ഇന്നലെ ദിവസങ്ങളായിട്ട് ഈ പൂരം നല്ലത് നടത്താൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നത്. അതെ, രാപ്പകൽ ഇവിടെ ഇന്നലെ എനിക്കൊരു 4-5 ദിവസമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലേ ടീച്ചർ? അതെ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഈ തൃശ്ശൂരിന്റെ മണ്ണിന്റെ പൾസ് അറിയുന്ന ആൾക്കാരാണ്. അതെ. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗജവീരന്മാർ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. മണിക്കൂറുകളായിട്ട് ഇവിടുത്തെ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഓരോ സെക്കൻഡും അത് വിലയിരുത്തി പോകുന്നുണ്ട്. കഴിഞ്ഞ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇത്തവണത്തെ കളറായിരിക്കും പൊളിക്കും, ഗംഭീരമായിരിക്കും. അതെ. അപ്പൊ മിനിസ്റ്ററെ ഉഷാറല്ലേ? ടീച്ചർ പറഞ്ഞ പോലെ പൂരം ഉഷാർ, അതിഗംഭീരം, ഒരു പ്രയാസമില്ല. ആൾക്കൂട്ടം വലിയ ആൾക്കൂട്ടമായിരിക്കും. ഒരു കാലത്തും കാണാത്ത പോലെയുള്ള ജനക്കൂട്ടമാണ്. സാധാരണ ഞാൻ ആദ്യം തന്നെ കണിമംഗലം ശാസ്താവിനോടൊപ്പം വളരെ കാലമായി നടന്നു വരാറുള്ളതാണ്, 5.5 കിലോമീറ്റർ ദൂരം. പക്ഷെ ഇത്തവണത്തെ നടത്തം മനു നമ്മളൊന്നും കരുതുന്നതിനേക്കാൾ വലിയ ജനക്കൂട്ടമാണ്. സാധാരണ നിലയിൽ ഒരു 5 മണിക്ക് ആരംഭിച്ചാൽ കൊളശ്ശേരിയിൽ 5:45 കൃത്യം എത്തേണ്ടതാണ്. പക്ഷെ ഇത്തവണ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ജനക്കൂട്ടമാണ്. അപ്പം അതുകൊണ്ട് പൂരത്തിന് ഞങ്ങളൊരു 18 ലക്ഷം ആളെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 18 ലക്ഷം 36 മണിക്കൂറിനുള്ളിൽ ഒരു ജനസാഗരം പോലെ ഇങ്ങനെ ഒഴുകി തിമർന്ന് പരന്ന് നടക്കും. പിന്നെ മേളവും പൂരവും AC-ലിരുന്ന് കാണാൻ പറ്റില്ല. മഴ കൊള്ളണം, വെയിൽ കൊള്ളണം, നല്ല ചൂടുക്കണം, വേർക്കണം. അത് ഞങ്ങളുടെ കൂടെ താങ്ങിയതാണോ AC-ലിരുന്ന് കാണാൻ? അവസാനം എഴയണം. ആ പരുവത്തിന് മനുഷ്യൻ ഒരു പ്രതിസന്ധിയില്ല. അപ്പൊ അതൊന്നും തൃശ്ശൂരിനൊരു പ്രശ്നമല്ല. ഈ ചൂടും വരുന്ന വിഷയമേ അല്ല. മാത്രമല്ല, നമുക്ക് ഇത്തവണയുള്ളൊരു പ്രശ്നം, നമ്മൾ ഇത്തവണത്തെ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾ തുടങ്ങുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമാവലി വെച്ചുകൊണ്ട് ഈ വെടിക്കെട്ട് നാം കരുതുന്നത് പോലെ നടത്താനാകുമോ എന്നൊരു പേടിയുണ്ടായി. കരുതുന്നത് പോലെ നടത്താനാകുമോ എന്ന ആശങ്കയുണ്ടായി. പക്ഷെ ഇപ്പോഴത്തെ വിഷയം അതല്ല, കരുതുന്നതും വിട്ടുപോയി. സാധാരണ നിലയിൽ നമ്മൾ എത്ര കരുതാൻ പറ്റും
ഞാനൊക്കെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അവസാനം നെഹ്റു മണ്ഡപത്തിൻ്റെ പിറകിൽ നിന്നും കറൻറ്റിൻ്റെ മുമ്പിൽ നിന്നുമൊക്കെ വെടിക്കെട്ട് കണ്ടിട്ടുള്ളത്. ഈ വർഷം ഒരു 2.5 പതിറ്റാണ്ട് കാലത്തിന് ശേഷം നമ്മൾ പുതിയതായി സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ആലോചിച്ച് AGയുടെ ഉപദേശത്തോടെ തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിലെ പാറമേക്കാവിലിൻ്റെ ഓല കെട്ട് പോകും. ഈ വഴിയിലൂടെ ഓല കെട്ട് പോകും. ഫെയർ ലൈൻ കയറ്റി പത്തായപ്പുറം മുതൽ കറണ്ട് ബുക്ക് വരെ ഒരു 20,000 ആളെ എന്നാണ് പോലീസിൻ്റെ കണക്ക്. പോലീസിൻ്റെ കണക്കും തൃശ്ശൂരും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. കാരണം ഒരാൾ നിൽക്കാമെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ 5 ആൾ നിൽക്കും. ആ നിലയ്ക്ക് പത്തായപ്പുറം മുതൽ കറണ്ട് ബുക്ക് വരെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനസാഗരം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി ഇന്ന് വെടിക്കെട്ട് നടത്തി. 1.5 വെടിക്കെട്ട് സാമ്പിളിന് നടത്തി. സാധാരണ സാമ്പിൾ വെടിക്കെട്ട് എന്നേ ആളുകൾ പറയാറുള്ളൂ. ഇപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്ന വെടിക്കെട്ട് തന്നെ നടത്തി. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ അതുക്കും മേലെ നാളെ പുലർച്ചെ എന്തായിരിക്കും കാണാൻ ആകാംക്ഷയോടെയാണ് ആള് നിൽക്കുന്നത്. സർപ്രൈസിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവര്? സർപ്രൈസ് ഇപ്പൊ പറയില്ല, അവരല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളും പറയില്ല. ഒന്നും മിണ്ടൂല. ഇല്ല, ഇത് തൃശ്ശൂർക്കാർ അതിന്റെ അവസാനത്തെ ആവനാഴിയിൽ അമ്പും എടുത്ത് പ്രയോഗിക്കും. 2 ഘട്ടത്തിലാണ് വരും. ഇന്ന് 7 മണിയാകുമ്പോൾ ചിലത് നിങ്ങൾക്ക് പരസ്യമായിട്ട് കൂടെ കാണാം. നാളെ 4 മണിയാകുമ്പോൾ ചിലത് ആകാശത്തിലും കാണാം. അത് 2 ഇപ്പം ഞങ്ങൾ പുറത്തു പറയാത്ത വിധം, ഞങ്ങൾ തന്നെ ചിലതറിയാത്ത വിധം വളരെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ. എന്തായാലും ഇത്തവണത്തെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ കൺട്രോൾ റൂമിൽ പോയാൽ കാണാം 500ഓളം ക്യാമറകളാണ് ഇത്തവണ. 500ഓളം ക്യാമറകൾ വടം കെട്ടാതെ തന്നെ കുഴപ്പമുണ്ടാക്കിയവനെ പിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നവരുടെ വിശദാംശം ഏറ്റവും മൈന്യൂട്ടായിട്ട് നമ്മളെ മൈന്യൂട്ടായിട്ട് കാണും. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ. സാധാരണ ഒരു ചെറിയ കുഴപ്പമുണ്ടാകും ഇതിനകത്താണ്. അവിടെയും ക്യാമറ വെച്ചു. അപ്പോൾ 500-ലേറെ ക്യാമറകൾ നഗരത്തെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഒരു നിലയ്ക്കും ചലിക്കാൻ വിടില്ല. പക്ഷേ ഒരു ബാരിക്കേഡും വെച്ച് എല്ലാവരും പറയുന്നുണ്ട് തടസ്സങ്ങളൊന്നും. വളരെ കഴിഞ്ഞ തവണ മനുവിനറിയാവുന്നതുപോലെ ഈ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്ന് പലരും പരിശ്രമിച്ചു. ഇവിടെ നിന്നാൽ മാറ്റുമോ, അവിടെ നിന്നാൽ മാറ്റുമോ, ഒരു സ്ഥലത്തും മാറ്റിയില്ല. അപ്പോൾ എന്താ മാറ്റാത്തതെന്നുള്ള ചോദ്യം ചോദിച്ചോളൂ. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള പൂരം കാണുക. ഇത്തവണത്തെ പൂരത്തിന് ഒരുപാട് പ്രത്യേകതകൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ചെമ്പുക്കാവ് ഭഗവതി പോന്നു തുടങ്ങി. രാമനാണ് തടം പേറുന്നത്. ആളുകൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് മാത്രമല്ല, വലിയ ജനമാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. എല്ലാ ഘടകപൂരങ്ങളിലും ഞങ്ങൾ മന്ത്രിമാർ പോയി. സാധാരണ തിരുവമ്പാടി, വടക്കുന്നാഥൻ, പാറമേക്കാവ് ഈ ചുറ്റുവട്ടം അത് വിട്ട് താഴത്തെ എല്ലാ ഘടകപൂരങ്ങളിലും പോയി ഓരോ അമ്പലങ്ങളോടും ആവശ്യമുള്ളത് ചോദിച്ച് തീർക്കേണ്ട പ്രശ്നം തീർത്ത് ഭഗവതിയും ശാസ്താവും ഒക്കെ വരുന്ന വഴിയിൽ കുഴി പോലും ഇല്ലാത്ത വിധം മാറ്റി അത്ര ക്ലിയറാക്കി മൈന്യൂട്ട് തയ്യാറെടുപ്പാണ്. ഒരു പരിഭവവും നിലവിലില്ല. ഒരു പരിഭവവും ഉണ്ടാക്കാൻ വിചാരിച്ചാൽ സാധിക്കും. തൃശ്ശൂരിന് പരിഭവം ഇല്ല. തൃശ്ശൂർ വളരെ ഗംഭീരമായി നടത്തുന്നൊരു പൂരമാണ്. യഥാർത്ഥത്തിൽ ഒരു കളറാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ എത്തിയോ എന്ന് വേണമെങ്കിൽ പുതിയതായ ഒരാൾക്ക് തോന്നാം. അതല്ല, ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നടക്കുന്നത് കണിമംഗല ശാസ്താവിൻ്റെ പാണ്ടിയാണ്. ഒരു ഇത്തിരി കഴിഞ്ഞാൽ കാരമുക്കിൻ്റെ പാണ്ടി. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മേളങ്ങളിലാണ് ആളുകളെല്ലാം. ഓരോ മേളങ്ങളും കഴിയുന്നതോടുകൂടി വരും. ഇനി ഒരു 11 മണിയോടുകൂടി മഠത്തിൽ സ്വാമിയാരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ ഒരു യഥാർത്ഥത്തിൽ ഒരു വിസ്മയമാണ്. അല്ല, 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പഞ്ചവാദ്യമാണ്. കോങ്ങാട് മധുവാണെന്ന് തോന്നുന്നു ഇത്തവണ. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പഞ്ചവാദ്യം മഠത്തിൽ നടത്തുമ്പോൾ അതേസമയം 12 മണിക്ക് പാറമേക്കാവിൻ്റെ മുമ്പിലൊരു മേളുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. ചെമ്പടയാണ്, ആദിഗംഭീര ചെമ്പടയാണ്. അതങ്ങ് കയറി പാണ്ടിയായിട്ട് നമ്മുടെ എന്താ പറയുക പാറമേക്കാവിൻ്റെ വടക്കനാഥൻ്റെ മതിക്കകത്ത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എലഞ്ഞിത്തറയുടെ സൗന്ദര്യം. 2:30 മണി അതൊരു സിംഫണിയാണ്. പിന്നെ ഇങ്ങനെ തുടരല്ലേ, 8 മണി വരെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഓരോ രണ്ടുപേരും പാട്ടും കൂടി ആയാലും അത് വേണ്ട. രാജമിനിസ്റ്റർ പറഞ്ഞു ടീച്ചർ പാടുവെന്നാണ് രാജമിനിസ്റ്റർ. അതെ, നമ്മളത് അന്ന് ഭയങ്കര രസകരമാക്കിയതാണ് കഥകളിയുടെ അന്ന് അല്ലേ. അപ്പോൾ മിനിസ്റ്ററെ 36 മണിക്കൂറാണ് അല്ലേ ഈ ഇന്നലെ 12:15 തുടങ്ങിയതാണ്. നാളെ നമ്മൾ ഉപചാരം ചൊല്ലി പിരിയുന്ന ലാസ്റ്റ് മിനിറ്റ് വരെ ഇവിടെ ഉണ്ടാവില്ലേ? ലാസ്റ്റ് മിനിറ്റ് വരെ, ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത വിധം. നാളെ 12:30 ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ഞങ്ങൾക്കും തൃശ്ശൂർക്കാർക്കും ഇത് 2025 പൂരാകാംക്ഷകളാണ്. ഇനി ഉപചാരം ചൊല്ലി പിരിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 2026 പൂരാണ്. 2026 പൂരം. പൂരമില്ലാതെ ഒരു ചെറിയ നേരം പോലും തൃശ്ശൂരിൻ്റെ
ഏതെങ്കിലും വിധത്തിലുള്ള മനുഷ്യൻ്റെ ചിന്തയില്ല. ഇപ്പോൾ ലോക തലസ്ഥാനമാണ് 3 ദിവസത്തേക്ക് 36 മണിക്കൂറിലേക്ക് സാംസ്കാരിക തലസ്ഥാനം മാറി പൂരത്തിൻ്റെ ലോക തലസ്ഥാനമാണ്. ഇപ്പോൾ ഇന്ന് കാണുന്ന ഇപ്പോൾ ഇവിടെ ചെയറുകൾ ഇട്ട് തുടങ്ങി, അത് ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള സ്ഥലമാണ്. 123 ടൂറിസ്റ്റുകൾ ടീച്ചർ തിരക്കിലേക്ക് പോവാണ് മനു. ഓക്കെ ടീച്ചർ, അപ്പം ശരി, നടക്കട്ടെ, സന്തോഷം.